രണ്ട് സമരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഇന്ത്യൻ ഫാസത്ത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, നവഫാസത്തെ വിശകലനം ചെയ്യുമ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സാംസ്കാരികമായി ജാതി മേൽക്കോയ്മയുടെയും സാമ്പത്തികമായി കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെയും ഉരുകിച്ചേരലിൽ നിന്നുണ്ടായ ഒരു രാഷ്ട്രവ്യവസ്ഥ എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ ഫാസത്ത് നാം അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ സാംസ്കാരികമായ മേൽക്കോയ്മ ഇന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടാതെ, അതിനോട് ഏറ്റുമുട്ടാതെ, അതിനെ കീഴ്പ്പെടുത്താതെ ബഹുസ്വരത, അവർ തടവിലിട്ട ബഹുസ്വരതയെ സ്വതന്ത്രമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാതി മേൽക്കോയ്മ എപ്രകാരമാണ് ബഹുസ്വരതയെ, വികേന്ദ്രീകരണത്തെ, ഏറ്റവും വലിയ കേന്ദ്രീകരണമാണത്. അതിനെയാണ് മഹാത്മാ ബുദ്ധൻ ചോദ്യം ചെയ്തത്, അതിനെയാണ് മഹാത്മാ ജ്യോതിബ ഫുലെ ചോദ്യം ചെയ്തത്.